കൃത്രിമം നടത്തിവരുന്ന തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകളിൽ ഒരു മാറ്റം വരുത്തിയെന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഒരേ നമ്പറിൽ നൽകിയിരുന്ന വോട്ടർ തിരിച്ചറിയൽ കാർഡുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കിയെന്നും പട്ടികയിലെ ഇരട്ടിപ്പ് ഒഴിവാക്കാനായിരുന്നു ഇതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതോടെ സത്യത്തിൽ BJP ആണ് ആശങ്കയിലായത്. നമുക്കറിയാം, ഒരു കെട്ടിടത്തിൽ തന്നെ 7000 വോട്ടുകളും ഒരേ നമ്പറിൽ തന്നെ ഒന്നിൽ കൂടുതൽ വോട്ടുകളും അനധികൃതമായി 70 ലക്ഷം വോട്ടുകളെല്ലാം കണ്ടത് മഹാരാഷ്ട്രയിലാണെന്നും അത് പരിശോധിക്കണമെന്നും പറഞ്ഞത് ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അധികാരത്തിലെത്തിയ BJPയുടെ വിജയം സംശയമാണെന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തെളിവ് സഹിതം പറഞ്ഞിട്ടും അവരെ സംരക്ഷിക്കാൻ ഒരു അന്വേഷണം പോലും നടത്താതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില അപകടങ്ങൾ മണത്തതോടെയാണ് ഇരട്ട വോട്ടുകളെങ്കിലും പിടികൂടിയിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ കാർഡ് തയ്യാറാക്കിയപ്പോൾ സംഭവിച്ച പിഴവാണ് ഇപ്പോൾ തിരുത്തിയത് എന്നാണ് കമ്മീഷൻ പറയുന്നത്. അതായത് 4123 നിയമസഭാ മണ്ഡലങ്ങളിലായി 10.5 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളിൽപ്പെട്ട 99 കോടിയിലേറെ വോട്ടർമാരുടെ വിവരങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ ഇരട്ടിപ്പ് കണ്ടെത്തി കാർഡുകൾ പുതുക്കിയത് എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയത്. നമുക്കറിയാം, മമതാ ബാനർജിയാണ് BJP മൗനാനുവാദത്തോടെയുള്ള ഈ തട്ടിപ്പ് കയ്യോടെ പിടികൂടിയത്. അതിനുശേഷമാണ് ഇരട്ടിപ്പിനെ പറ്റി കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പരാതി ഉയർത്തി അതിശക്തമായി രംഗത്ത് വന്നത്. ബംഗാളിലെ വോട്ടർ പട്ടികയിൽ ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ അനുവദിച്ച തിരിച്ചറിയൽ കാർഡ് നമ്പർ ഉണ്ടെന്നും ആ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള BJP ശ്രമമാണിതെന്നുമുള്ള മമതാ ബാനർജിയുടെ യഥാർത്ഥ കണ്ടെത്തൽ വലിയ ചർച്ചയായിരുന്നു. നമ്പർ സമാനമാണെങ്കിലും നിയമസഭാ മണ്ഡലം, പോളിംഗ് ബൂത്ത് ഉൾപ്പെടെ മറ്റ് വിശദാംശങ്ങൾ വ്യത്യസ്തമാണെന്നും ഇവരെല്ലാം യഥാർത്ഥ വോട്ടർമാരാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. ഇതൊക്കെ ഒരു ഉരുണ്ട് കളിയായിരുന്നു കമ്മീഷന്റേത്. പറഞ്ഞു സമർത്ഥിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നത് തട്ടിപ്പാണെന്ന് കമ്മീഷനും നന്നായി ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇരട്ടിപ്പിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചത്. വോട്ടിംഗ് യന്ത്രത്തിലെ തിരിമറി കുറേ വർഷങ്ങളായി രാജ്യം ആശങ്കപ്പെടുന്ന ഒന്നാണ്. പോൾ ചെയ്ത വോട്ടുകളേക്കാൾ കുറവോ കൂടുതലോ എണ്ണുന്ന വോട്ടുകൾ മാറി തുടങ്ങിയത്, ഏതു ബട്ടൺ അമർത്തിയാലും താമര ചിഹ്നത്തിലേക്ക് വോട്ടുകൾ പോകുന്നതും അങ്ങനെ വലിയ വലിയ പരാതികൾ വന്നത് മോദി ഭരണം ഈ രാജ്യത്ത് നിലവിൽ വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് തട്ടിപ്പ് നടന്നു എന്ന് മനസ്സിലാക്കി അത് ഉറപ്പായ കമ്മീഷൻ രാജ്യത്തുടനീളം EVM-ന് പുറമെ ബൂത്തിനകത്ത് ഒരു VVPAT ഉപകരണം കൂടി ഘടിപ്പിച്ചത്. തങ്ങൾ ചെയ്യുന്ന വോട്ടുകൾ തങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥികൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ടോ എന്നത് VVPAT എന്ന സംവിധാനത്തിന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വോട്ടിംഗ് യന്ത്രത്തിലുള്ള തട്ടിപ്പിനേക്കാളും വലുതാണ് ഏറെ ആൾബലമൊക്കെയുള്ള ഇടങ്ങളിൽ ഇരട്ട വോട്ടുകൾ സൃഷ്ടിക്കുന്നു എന്നതാണ് അടുത്ത കാലത്ത് നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ബോധ്യമായി വന്നത്. ഒരു കെട്ടിടത്തിൽ തന്നെ 7000-ഓളം വോട്ടുകൾ സൃഷ്ടിച്ചു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതും മഹാരാഷ്ട്രയിലായിരുന്നു. അങ്ങനെ വരുമ്പോൾ മറ്റെവിടെയെങ്കിലും വോട്ടുകൾ ഉള്ളവരെ ഇരട്ടിപ്പിക്കുന്നതിനായി കൊണ്ടുവന്ന് പാർപ്പിക്കുന്നതായിരുന്നു ഈ സംവിധാനം. അവർക്ക് 100% മറ്റൊരിടത്ത് വോട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇത് ഒരേ വ്യക്തിക്ക് 2 ID കാർഡ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരേ നമ്പറിൽ 2 ഇടത്ത് വോട്ടുകൾ ഉള്ളത് കണ്ടെത്തിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരുത്തിയിരിക്കുന്നത്. ഏതായാലും തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുകയും കോൺഗ്രസിനെ ഒരു കാലത്ത് ശാസിക്കുകയും ഒക്കെ ചെയ്ത അതേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അത് തട്ടിപ്പ് തന്നെയാണെന്ന് പറഞ്ഞ് തിരുത്തുകയും പുതുക്കുകയും ചെയ്തത് ഒരു കുറ്റസമ്മതവും ഒപ്പം പ്രതിപക്ഷത്തിന്റെ വിജയവുമാണ്.